Good morning and welcome to വർത്തമാനം. ഇന്നത്തെ പ്രധാനപ്പെട്ട പത്രവാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ കൊല്ലത്തും പിന്നെ തിരുവനന്തപുരത്തും വ്യത്യസ്ത പദ്ധതികൾ നാടിന് സമർപ്പിക്കാനായി എത്തിച്ചേരുകയുണ്ടായി. അത് ഒരു സാധാരണ സമർപ്പണമായിരുന്നില്ല, ഒന്നൊന്നര സമർപ്പണമായിരുന്നു. അദ്ദേഹത്തിനോടൊപ്പം വിവാദങ്ങൾ സഞ്ചരിക്കാറുണ്ട്. ആ സഞ്ചാരത്തെ ഇഷ്ടപ്പെടുന്നയാളുമാണ് നരേന്ദ്രമോദി എന്ന് നമുക്കറിയാം. വെറുപ്പിൻ്റെ രാഷ്ട്രീയത്തിലെ അഗ്രഗണ്യൻ. ഒരുപക്ഷെ പിൽക്കാല ചരിത്രം മോദിയെ വിലയിരുത്തുന്നത് പ്രധാനമന്ത്രി സ്ഥാനത്തിരുന്നു കൊണ്ട് ഇന്ത്യയിൽ വെറുപ്പിൻ്റെ രാഷ്ട്രീയം പരമാവധി പ്രചരിപ്പിക്കാൻ ശ്രമിച്ച് പരാജയപ്പെട്ട പ്രധാനമന്ത്രി എന്നായിരിക്കുമോ? ഏതായാലും ഇന്നലെയും കാര്യങ്ങൾ തെറ്റിയില്ല. പ്രധാനമന്ത്രിയുടെ യഥാർത്ഥ പുള്ളികൾ അദ്ദേഹത്തെ തന്നെ വഞ്ചിച്ച് പുറത്തേക്ക് വരുന്നത് നാം കാണുകയും ചെയ്തു. വ്യത്യസ്ത വേദികളിൽ അദ്ദേഹം വന്നത് പ്രധാനമായും കൊല്ലം ബൈപ്പാസ് 13.4 കിലോമീറ്റർ ദൂരമുള്ള കൊല്ലം ബൈപ്പാസ് എന്ന ബൃഹത് പദ്ധതി ഉദ്ഘാടനം ചെയ്യാനാണ്. ഒരു പ്രധാനമന്ത്രിയൊന്നും അതിന് ആവശ്യമില്ല. ഏതായാലും അലച്ചു പിടിച്ച് അദ്ദേഹം ഇങ്ങോട്ട് വന്നു. ഒരാഴ്ച മാത്രമേ തയ്യാറെടുക്കാൻ കേരളത്തിലെ സർക്കാരിന് സമയമുണ്ടായിരുന്നുള്ളൂ. വിവാദ നായകനായ പ്രധാനമന്ത്രിയാണ് വരുന്നത്. എന്നിട്ടും 4-5 ദിവസം കൊണ്ട് ഈസിയായി കേരള സർക്കാർ എല്ലാ പരിരക്ഷയും ഒരുക്കി. ഒരുപക്ഷെ കേരളത്തിൽ ഏറ്റവും ചെറിയ നോട്ടീസ് കൊടുത്ത് കേരളത്തിലേക്ക് മാത്രമായിരിക്കും ഒരുപക്ഷെ ഈ പ്രധാനമന്ത്രിക്ക് വരാൻ കഴിയുക. മറ്റ് രാജ്യങ്ങളിൽ നടത്തുന്ന സന്ദർശന വേളകളിലായിരിക്കും നമ്മുടെ പ്രധാനമന്ത്രി ഏറ്റവും സുരക്ഷിതത്വ ബോധം അനുഭവിക്കുന്നത്. അത് കഴിഞ്ഞാൽ കേരളത്തിലായിരിക്കും. മറ്റെല്ലാ പ്രദേശവും ശത്രു രാജ്യം എന്ന നിലയ്ക്കാണ് അദ്ദേഹം പരിഗണിക്കുന്നത്. കേരളത്തിൽ നിൽക്കുന്ന വളരെ സഹജമായ ജനാധിപത്യ പൊതു അന്തരീക്ഷം, ആരെയും സ്വീകരിക്കാൻ കഴിയുന്ന സമാധാന പ്രിയത നിലനിർത്തിയിരിക്കുന്നത് കൊണ്ട് ധാരാളം സൗകര്യത്തോടെ ഇവിടെ വന്ന് ധാരാളം ചീത്ത പറഞ്ഞ് പ്രധാനമന്ത്രി തിരിച്ചു പോവുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ പ്രധാന ഉത്തരവാദിത്വം കൊല്ലം ബൈപ്പാസ് ഉദ്ഘാടനം ചെയ്യുക എന്നതായിരുന്നു. ചോദിച്ചു വാങ്ങുകയായിരുന്നു കേരളത്തോട് പ്രധാനമന്ത്രി ആ ചടങ്ങ്. അതങ്ങ് നടന്നു. കാണുക വാർത്ത. ദേശാഭിമാനിയുടെ 1-ാം പുറം. കൊല്ലം ബൈപ്പാസ് അതിവേഗം പൂർത്തിയാക്കിയത് നേട്ടമാണ് എന്ന പ്രധാനമന്ത്രി. കൊല്ലം ബൈപ്പാസ് അതിവേഗം പൂർത്തിയാക്കിയത് നേട്ടമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ തുല്യ പങ്കാളിത്തത്തോടെ സംസ്ഥാന പൊതുമരാമത്ത് വകുപ്പിന്റെ പൂർണ്ണ നിയന്ത്രണത്തിൽ പൂർത്തീകരിച്ച കൊല്ലം ബൈപ്പാസ് നാടിന് സമർപ്പിച്ചു. സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സാന്നിധ്യത്തിൽ ആശ്രാമ മൈതാനത്ത് പ്രത്യേക വേദിയിൽ നടന്ന ഉദ്ഘാടന ചടങ്ങിൽ നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്തു. 4.5 പതിറ്റാണ്ട് മുമ്പ് ആരംഭിച്ച സ്വപ്ന പദ്ധതിയായ കൊല്ലം ബൈപ്പാസ് LDF സർക്കാരിന്റെ നിശ്ചയദാർഢ്യത്തിലാണ് അതിവേഗം നിർമ്മാണം പൂർത്തിയാക്കി നാടിന് സമർപ്പിച്ചത്. കേരളത്തിന്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് കേന്ദ്ര സർക്കാർ പ്രാധാന്യം നൽകിയെന്ന് പ്രധാനമന്ത്രി ഉദ്ഘാടന പ്രസംഗത്തിൽ തുടർന്നു. BJP സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം റോഡുകൾക്ക് പുറമെ റെയിൽവേക്കും ജലഗതാഗതത്തിനും അതീവ പ്രാധാന്യം നൽകുന്നു. ആഭ്യന്തര വിമാനയാത്രാ സൗകര്യം വർദ്ധിച്ചു. പുതിയ റെയിൽവേ ട്രാക്കുകളുടെ നിർമ്മാണം പുരോഗമിക്കുന്നതായും പ്രധാനമന്ത്രി പറഞ്ഞു. പ്രധാനമന്ത്രിയെ ഗവർണർ P. സദാശിവവും മുഖ്യമന്ത്രി പിണറായി വിജയനും ഷാൾ അണിയിച്ച് ഉപഹാരം സമ്മാനിച്ചു. ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അധ്യക്ഷനായി. മന്ത്രി G. സുധാകരൻ സ്വാഗതം പറഞ്ഞു തുടങ്ങി. ആ വാർത്ത ദേശാഭിമാനി 1-ാം പുറത്ത് സമുചിതമായി അവതരിപ്പിച്ചിരിക്കുന്നു. സമുചിതമായി തന്നെ പ്രധാനമന്ത്രിയെ സ്വീകരിച്ചു. സുരക്ഷിതമായി തന്നെ അദ്ദേഹത്തെ മടക്കി അയക്കുകയും ചെയ്തു. ഇന്നലെ കേരളം വാക്കുപാലിച്ചു. മുഖ്യമന്ത്രി ആ വേദിയിൽ സംസാരിച്ചത് അങ്ങനെയാണ്. കേരളത്തിലൊന്നും നടക്കുന്നില്ലെന്ന് പ്രധാനമന്ത്രിയുടെ വിമർശനം തീർത്തും മാറ്റിമറിക്കാൻ LDF സർക്കാരിന് കഴിഞ്ഞതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു.
കൊല്ലം ബൈപ്പാസ് ഉദ്ഘാടന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കൊല്ലം ബൈപ്പാസും ഗെയിൽ പൈപ്പ് ലൈൻ പദ്ധതിയും ഇതിന് മികച്ച തെളിവാണ്. LDF സർക്കാർ അധികാരമേറ്റതിന് പിന്നാലെ പ്രധാനമന്ത്രിയെ സന്ദർശിച്ചപ്പോഴാണ് അദ്ദേഹം ഈ വിമർശനം ഉന്നയിച്ചത്. കേരളത്തിലൊന്നും നടക്കുന്നില്ല എന്ന. ഗെയിൽ പദ്ധതി മുടങ്ങിക്കിടന്നു എന്നായിരുന്നു അന്ന് ചൂണ്ടിക്കാട്ടിയത്. അടുത്ത തവണ കാണുമ്പോൾ ഇതിന് മാറ്റം ഉറപ്പിക്കാമെന്ന് അദ്ദേഹത്തിന് താൻ വാക്ക് നൽകിയിരുന്നു. കേരളം നൽകിയ വാക്ക് കേരളം പാലിച്ചിരിക്കുന്നു എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. നടക്കില്ലെന്ന് കരുതിയ ഗെയിൽ പൈപ്പ് ലൈൻ പദ്ധതിയുമായി സർക്കാർ മുന്നോട്ട് പോവുകയാണ്. പ്രളയമില്ലായിരുന്നുവെങ്കിൽ ആ പദ്ധതിയുടെ ഉദ്ഘാടനം നവംബറിൽ നടക്കേണ്ടതായിരുന്നു. ഏതായാലും എങ്കിൽ പോലും വൈകാതെ അതിൻ്റെ ഉദ്ഘാടനവും നടക്കും എന്ന് ഉറപ്പിച്ച് പ്രതികരിക്കുകയും ചെയ്തു പ്രധാനമന്ത്രി. അങ്ങനെ ഇരുവർക്കുമിടയിൽ കേരളത്തിൻ്റെ വികസനം എന്ന ആശയമാണ് ഇന്നലെ ചർച്ചാ പ്രമേയമായത് ആ വേദിയിൽ. തുടർന്ന് കൊല്ലത്ത് അദ്ദേഹം പാർട്ടി പരിപാടി ഉദ്ഘാടനം ചെയ്തു പ്രധാനമന്ത്രി. ആ പാർട്ടി പരിപാടിയിലാണ് യഥാർത്ഥ പുള്ളികൾ പുറത്തേക്ക് അതിൻ്റെ എല്ലാ ദംഷ്ട്രാബോധത്തോടെയും ദംഷ്ട്രാവികാരത്തോടെയും പുറത്തേക്ക് വന്നത്. ശബരിമല അദ്ദേഹം വിഷയമായെടുത്തു. കേരളത്തിൽ വന്ന് ശബരിമലയെക്കുറിച്ച് പാർട്ടി അണികളുടെ മുന്നിൽ വാചാലനായി നരേന്ദ്രമോദി. അദ്ദേഹം ഒരു താക്കീത് കൂടി കേരളത്തിലെ ഭരണാധികാരികൾക്ക് നൽകി. ഓർമ്മ വേണം ത്രിപുര. ത്രിപുരയെ കാണിച്ച് പേടിപ്പിക്കുകയാണ് പ്രധാനമന്ത്രി. ത്രിപുര എന്ന് കൊച്ചു സംസ്ഥാനത്തെ ചൂണ്ടിക്കാട്ടി, ട്രൈബൽ സംസ്ഥാനത്തെ ചൂണ്ടിക്കാട്ടി, അങ്ങേയറ്റം ലോക നിലവാരത്തിൽ ഇന്ത്യയിൽ വളരെ വികസിച്ചു നിൽക്കുന്ന ഈ സംസ്ഥാനത്തെ ഭയപ്പെടുത്തുക എന്ന അനാവശ്യമായ വിനോദത്തിൽ ഏർപ്പെടുകയും ചെയ്തു അദ്ദേഹം. 2002 മുതൽ 2014 വരെ ഭരിച്ച ഗുജറാത്തുണ്ട്. 12 വർഷം, ഒരു വ്യാഴവട്ടം, ചെറിയ കാലമല്ല. ഭരിച്ചിട്ട് എന്താണ് നേടിയത് അവിടെ? അതൊന്ന് അവിടെ പോയി നോക്കിയാൽ മതി. തിരിച്ച് കേരളത്തിൽ വന്നാൽ ഒരിക്കൽ കൂടി നാം കേരളീയരാണെന്നുള്ള അഭിമാനം കൂട്ടുന്ന പ്രവൃത്തിയായി അത് മാറും. ആ മഹാനാണ് ഇവിടെ വന്ന് കേരളീയരെ പഠിപ്പിക്കുന്നത് ത്രിപുര ഓർമ്മ വേണം എന്ന്. 4-5 മാസം കൂടിയേ ഇനി ആ പ്രധാനമന്ത്രി ജീവിതം അദ്ദേഹത്തിനുള്ളൂ. ഏതായാലും നമുക്ക് ആ വാർത്ത മനോരമ എന്താ പറയുക, ഹർഷപുളകത്വത്തോടെ 1-ാം പേജിൽ തരുന്നു, കാണുക. സംസ്ഥാന സർക്കാരിനും ഇരുമുന്നണികൾക്കുമെതിരെ രൂക്ഷ വിമർശനം. സുപ്രീം കോടതി വിധി പരാമർശിക്കാതെ പ്രസംഗം. പരാമർശിച്ചാൽ വിവരമറിഞ്ഞേനെ പ്രധാനമന്ത്രിയൊക്കെ. കാരണം സുപ്രീം കോടതി വിധിയുടെ നിന്നയാണ് ഭംഗ്യന്തരേണയൊക്കെ അദ്ദേഹം പറയുന്നത്. കാണുക. ശബരിമല വിഷയത്തിൽ CPM-ഉം സംസ്ഥാന സർക്കാരും സ്വീകരിച്ച നിലപാട് ലജ്ജാകരമെന്ന് കുറ്റപ്പെടുത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇത് ഏറ്റവും വലിയ പാപമായി ഈ ചരിത്രം രേഖപ്പെടുത്തുമെന്നും കേരളത്തിൽ ത്രിപുര ആവർത്തിക്കുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. 2000-3000 ആളുകളുടെ രക്തക്കറ കൈകളിൽ പുരണ്ടയാളാണ് വന്ന് ഇവിടെ ചാരിത്ര വിലാപം നടത്തുന്നത്. കൊല്ലം, ആലപ്പുഴ, മാവേലിക്കര ലോക്സഭാ മണ്ഡലങ്ങളിലെ NDA പ്രവർത്തകരുടെ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി. UDF പാർലമെന്റിൽ ഒന്ന് പറയും, പത്തനംതിട്ടയിൽ വേറൊന്ന് പറയും. ഈ വിരുദ്ധ നിലപാട് ജനങ്ങൾക്ക് വെളിവായതായി മോദി പറഞ്ഞു. ചരിത്രം, സംസ്കാരം, ആധ്യാത്മിക പാരമ്പര്യം തുടങ്ങിയവയെ മാനിക്കുന്നവരല്ല കമ്മ്യൂണിസ്റ്റുകാർ. എങ്കിലും ശബരിമല വിഷയത്തിൽ ഇത്രേ അറപ്പും വെറുപ്പുമുള്ള നിലപാട് സ്വീകരിക്കുമെന്ന് കരുതിയില്ല. BJPക്ക് ഒറ്റ നിലപാടേയുള്ളൂ, ഒരൊറ്റ നിലപാടേയുള്ളൂ. സുപ്രീം കോടതി വിധിയെ നിരാകരിക്കും. പക്ഷേ പിറ്റേ ദിവസം ഹൈക്കോടതിയിൽ പോയി വിധിമ്മിക്കരഞ്ഞ് ഈ ജില്ലയിലെങ്കിലും എന്നെ ഒന്ന് പ്രവേശിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന സുരേന്ദ്രന്റെ നേതാവാണ് പറയുന്നത് ഒറ്റ നിലപാടേ ഉള്ളൂ ഞങ്ങൾക്ക് എന്ന്. ആ ഒറ്റ നിലപാട് കിടക്കുകയാണ്, ഒറ്റ കിടപ്പ് കിടക്കുകയാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിരാധാരമായി എന്ന യാഥാർത്ഥ്യമൊക്കെ അങ്ങ് മറച്ചു വെക്കുന്നു. അതുമാത്രമല്ല, കേരളത്തെ ചരിത്രവും സംസ്കാരവും പഠിപ്പിക്കാൻ അദ്ദേഹം മുന്നിട്ടിറങ്ങിയിരിക്കുന്നു. കേരളത്തിൽ നിന്നാണ് മാനവീയത എന്ത് എന്ന് മോദി പഠിക്കേണ്ടത്. അതിനു പകരം ഇവിടെ വന്ന് അദ്ദേഹത്തിൻ്റെ മുക്കാൽ ചരിത്രവും മുക്കാൽ സംസ്കാരവും ചിലവാക്കാനാണ് നോക്കിയത്. അതുകൊണ്ടും തീർന്നില്ല. കേരളത്തിൻ്റെ ആധ്യാത്മിക സംസ്കാരത്തിനും പാരമ്പര്യത്തിനും ഒപ്പം നിൽക്കുന്ന പാർട്ടി BJP മാത്രമാണ്. നാം അത് കണ്ടതാണ്, ശബരിമലയിൽ കണ്ടതാണ്. ഈ ഹർത്താൽ ദിവസം 2 സ്ത്രീകൾ കയറിയപ്പോൾ
അരിശമടങ്ങാതെ ഹർത്താൽ ദിവസം കാണിച്ചു കൂട്ടിയ സംസ്കാരവും ചരിത്രവുമൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. അങ്ങനെയുള്ള മലയാളിയുടെ മുഖത്തു നോക്കി ഉളുപ്പും ചളിപ്പും ഇല്ലാതെ ഈ പ്രധാനമന്ത്രി മനുഷ്യൻ പറഞ്ഞിട്ട് പോയത് സംസ്കാരവും ചരിത്രവും അവരിൽ നിന്ന് പഠിക്കണമെന്നാണ്. മറ്റൊരു സംഭവം ആ പ്രസംഗ പീഠത്തിലുണ്ടായത്, പ്രസംഗ രംഗത്തുണ്ടായത്, പ്രസംഗത്തിനിടെ കൂക്കി വിളി താക്കീതുമായി പിണറായി. ബൈപ്പാസ് ഉദ്ഘാടന ചടങ്ങിൽ തന്റെ അധ്യക്ഷ പ്രസംഗം തടസ്സപ്പെടുത്താൻ ശ്രമിച്ചവർക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സാക്ഷിയാക്കി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ താക്കീത്. സദസ്സിന്റെ പിന്നിരയിൽ നിന്ന് കൂക്കി വിളികൾ ഉയർന്നപ്പോഴാണ് പിണറായി ക്ഷുഭിതനായത്. വെറുതെ ശബ്ദമുണ്ടാക്കാനാണ് കുറെ ആളുകൾ വന്നിരിക്കുന്നത്. യോഗത്തിൽ അതിൻ്റെതായ അച്ചടക്കം പാലിച്ചിരിക്കുന്നതാണ് നല്ലത്. കേട്ടോ, എന്തും കാണിക്കാവുന്ന വേദിയാണ് ഇത് എന്ന് നിങ്ങൾ കരുതരുത്. ഇത്രയും പറഞ്ഞ് മുഖ്യമന്ത്രി പ്രസംഗത്തിലേക്ക് കടന്നു. അഭിസംബോധനയ്ക്ക് ശേഷം LDF സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ എന്ന് പറഞ്ഞ് തുടങ്ങിയപ്പോഴാണ് കൂക്കുവിളി ഉയർന്നത്. ചിലർ ശരണം വിളിച്ചു. പ്രസംഗം തീരും വരെ പലതവണ ഇത് കൂടിയും കുറഞ്ഞും തുടർന്നു. പദ്ധതികളുടെ പൂർത്തീകരണം സംബന്ധിച്ച് പ്രധാനമന്ത്രിക്ക് താൻ നൽകിയ വാക്ക് പാലിച്ചതിൽ അഭിമാനമുണ്ട് എന്ന് പിണറായി പറഞ്ഞപ്പോൾ മറുപക്ഷം നിന്ന് കയ്യടികൾ ഉയർന്നു. പ്രസംഗത്തിനൊടുവിൽ പ്രധാനമന്ത്രിയെ മുഖ്യമന്ത്രി സ്വാഗതം ചെയ്തപ്പോൾ പിന്നിരയിൽ നിന്നും കയ്യടികൾ ഉയർന്നു. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, പ്രധാനമന്ത്രിയുടെ സാന്നിധ്യത്തിൽ അദ്ദേഹത്തിന്റെ തന്നെ കുട്ടിക്കുരങ്ങന്മാർ കൂക്കി വിളിച്ച് ആർത്തലത്തെ ശരണം വിളിച്ച് കൊമ്പുകളിൽ നിന്ന് കൊമ്പുകളിലേക്ക് വത്സൻ തില്ലങ്കേരിയെ മാതിരി ചാടിക്കളിക്കുന്ന സമയത്ത് ആഹ്ലാദത്തോടെ ഇരുന്നിട്ടുണ്ടാവണം നമ്മുടെ പ്രധാനമന്ത്രി. പക്ഷേ അദ്ദേഹം താടിക്ക് കൈകൊടുത്ത് നിർനിമേഷാക്ഷനായി ഇരുന്നു എന്നൊക്കെയാണ് സുഹൃത്തുക്കൾ പറഞ്ഞത്. അത് കാണാനുള്ള ഭാഗ്യം എന്തായാലും എനിക്ക് ഉണ്ടാവുകയും ചെയ്തില്ല. അതുമാത്രമല്ല, മനസ്സിൽ മുഴുവൻ വെറുപ്പ് ശേഖരിച്ചു വെച്ച് ഭാരത് മാതാ കി ജയ് വിളിക്കുന്ന ഒരാളെ നിങ്ങൾക്ക് കാണണമെങ്കിൽ നരേന്ദ്രമോദിയുടെ ചിത്രം കണ്ടാൽ മതി. വളരെ കുറച്ച് സമയമേ അദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. ആ സമയത്ത് അദ്ദേഹം ഉൽപ്പാദിപ്പിച്ച വെറുപ്പുണ്ടല്ലോ, എത്രയോ വലുതാണ്. കൊല്ലത്തെ ഒരു MLA ഉണ്ട്, നൗഷാദ് ഇരവിപുരം MLA. അത് ഈ സമ്മേളനം നടക്കുന്നതിന് വളരെ അടുത്ത സ്ഥലത്താണ്. അദ്ദേഹത്തെ വിളിച്ചതേയില്ല മീറ്റിങ്ങിൽ. കാര്യമെന്ത്? നൗഷാദ് പറയുന്നു, താൻ മുസ്ലിമായി പോയി. അതാണ് കാര്യം. അയാളാണ് സംസ്കാരം പഠിപ്പിക്കാൻ വരുന്നത് നമ്മളെ. PMOയാണ് തീരുമാനിക്കുന്നത് വേദിയിൽ ആരൊക്കെ വേണം, ആരൊക്കെ വിളിക്കണം. അങ്ങനെ ആ സമയത്ത് അത്രയും വെറുപ്പ് ഉൽപ്പാദിപ്പിച്ചു. തീർന്നില്ല, ഇവിടെ ഇങ്ങ് തിരുവനന്തപുരത്ത് വന്നപ്പോൾ ശശി തരൂരും മേയർ പ്രശാന്തും ശിവകുമാറും MLA ശിവകുമാറും ഒക്കെ വളരെ എന്താ പറയുക, ദേഷ്യത്തോടെയാണ് യോഗസ്ഥലത്ത് നിന്ന് പിരിഞ്ഞത്. ആ അർത്ഥത്തിൽ കുറച്ച് സമയം ഈ പ്രധാനമന്ത്രി വിദ്വാന് കിട്ടിയുള്ളൂ. പക്ഷേ വളരെയധികം വെറുപ്പ്. സാധാരണഗതിയിൽ വെറുപ്പിന്റെ ചങ്ങാതി, വെറുപ്പിന്റെ വ്യാപാരി, അതൊക്കെയാണല്ലോ അദ്ദേഹം. അത് നന്നായി ഭംഗിയായി അദ്ദേഹം ചെയ്തു. പ്രധാനമന്ത്രി കുപ്പായം ഇട്ടിട്ടും ഒരു മാറ്റവുമില്ല മേൽപ്പടിയാന് എന്ന് കേരളത്തിൽ വന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോഴും നമുക്ക് മനസ്സിലായി. ബൈപ്പാസിന്റെ ക്രെഡിറ്റ് ഷോകൾ സംഭവിച്ചതായി മംഗളം 1-ാം പേജിൽ റിപ്പോർട്ട് ചെയ്യുന്നു. ബൈപ്പാസ് ഉദ്ഘാടനത്തിന് ശേഷം നടന്ന 2 റോഡ് ഷോകളെ മുൻനിർത്തിയാണ് ആ വാർത്ത മംഗളം നമുക്ക് തരുന്നത്. ആ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് പോകാം ഒരു ചെറിയ പരസ്യയുടെ വേളയ്ക്ക് ശേഷം. പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്ത ബൈപ്പാസിൽ ഇന്നലെ 2 റോഡ് ഷോകൾ നടക്കുകയുണ്ടായി. ആദ്യം LDFന്റെയും പിന്നെ UDFന്റെയും. പ്രധാനമന്ത്രി മടങ്ങിയതിന് ശേഷം മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഔദ്യോഗിക പരിപാടിയായാണ് LDFന്റെ റോഡ് ഷോ നടന്നത്. NK പ്രേമചന്ദ്രൻ MPയെ പങ്കെടുക്കാൻ ക്ഷണിച്ചെങ്കിലും അദ്ദേഹം ആ ഷോയിൽ പങ്കെടുക്കാതെ മാറി നിന്നു. UDFന്റെ നേതൃത്വത്തിൽ നടന്ന റോഡ് ഷോയിൽ അദ്ദേഹം പങ്കെടുക്കുകയും ചെയ്തു. അങ്ങനെ 2 റോഡ് ഷോകൾ കൂടി ആ ബൈപ്പാസിൽ നടക്കുകയുണ്ടായി. മംഗളത്തിന്റെ 1-ാം പുറം ഇന്ന് നമുക്ക് തരുന്ന മറ്റൊരു വാർത്ത, കനകദുർഗ വീട്ടിലെത്തിയപ്പോൾ അവർ ആക്രമിക്കപ്പെട്ടു. വീട്ടിൽ നിന്ന് അമ്മായിയമ്മയാൽ തന്നെ. വീട്ടിലെത്തിയപ്പോൾ കയ്യാങ്കളി, കനകദുർഗ ആശുപത്രിയിൽ. ശബരിമല ദർശനം നടത്തി വിവാദ നായികയായ കനകദുർഗ തിരിച്ചെത്തിയപ്പോൾ അങ്ങാടിപ്പുറത്തെ വീട്ടിൽ കയ്യാങ്കളി. ഭർത്തൃമാതാവ് സുമതിയമ്മ പട്ടിക കഷ്ണം കൊണ്ട് തലയ്ക്കടിച്ചു എന്ന ആശുപത്രിയിൽ വെച്ച് കനകദുർഗ നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് കേസെടുത്തു.
കനകദുർഗ തന്നെ തള്ളിയിട്ട് പരിക്കേൽപ്പിച്ചെന്നാരോപിച്ച് സുമതിയമ്മയും ആശുപത്രിയിൽ ചികിത്സ തേടി എന്നും ഈ വാർത്ത നമ്മോട് പറയും. നരേന്ദ്രമോദി ചോദിച്ചു വാങ്ങുന്ന ആ അവസരം നരേന്ദ്രമോദി ശബരിമലയുമായി ബന്ധിപ്പിച്ചാണ് ഉപയോഗിച്ചത് എന്ന് നമുക്കറിയാം. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? സിറാജ് എന്ന പത്രത്തിന്റെ അവസാനപുറം കാണുക. പ്രചാരണ വിഷയം ശബരിമല തന്നെ. വരുന്ന തെരഞ്ഞെടുപ്പിൽ ശബരിമല പ്രധാന വിഷയമാക്കി മാറ്റാൻ BJP തീരുമാനിച്ചിരിക്കുന്നു എന്നതിൻ്റെ ഉത്തമ ദൃഷ്ടാന്തമാണ് മോദിയുടെ വരവും വെറുപ്പിന്റെ ടൺ കണക്കിനുള്ള ഉൽപാദനവും. പ്രചാരണ വിഷയം ശബരിമല തന്നെ. മോദിയുടെ പ്രസംഗം ഊർജമാക്കാൻ BJP. സംസ്ഥാനത്ത് BJPയുടെ പൊതുതെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കമിട്ട് പ്രധാനമന്ത്രിയുടെ സന്ദർശനം. സംസ്ഥാനത്തെ ഔദ്യോഗിക പരിപാടി തന്നെ ഇതിനുള്ള വേദിയാക്കുകയായിരുന്നു മോദി. സംസ്ഥാന സർക്കാർ നിശ്ചയിച്ചിരുന്ന കൊല്ലം ബൈപ്പാസ് ഉദ്ഘാടന ചടങ്ങിലേക്ക് വളരെ കുറഞ്ഞ സമയത്തിനകം പ്രധാനമന്ത്രിയെ കൊണ്ടുവരാൻ നീക്കം നടന്നത് തന്നെ രാഷ്ട്രീയ ലക്ഷ്യത്തോടെയായിരുന്നുവെന്ന് വ്യക്തമാണ്. 7 ദിവസത്തിനിടെയാണ് പ്രധാനമന്ത്രിയുടെ പരിപാടി പ്രഖ്യാപിച്ചതും നടപ്പാക്കിയതും എന്നത് ഈ നീക്കം വ്യക്തമാക്കുന്നു. ശബരിമല പ്രവേശനവുമായി ബന്ധപ്പെട്ട സുപ്രീം കോടതി വിധി നടപ്പാക്കിയ സംസ്ഥാന സർക്കാരിനെ ആഞ്ഞടിച്ചായിരുന്നു പ്രസംഗം തുടങ്ങിയത്. ഒപ്പം ഇന്ത്യൻ സംസ്കാരത്തെ ബഹുമാനിക്കാത്തവരാണ് കമ്മ്യൂണിസ്റ്റുകൾ എന്ന പതിവ് പരാമർശവും വിശ്വാസികൾക്കൊപ്പം നിന്നത് BJP മാത്രമാണെന്ന പരാമർശവും പൊതുതെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടിട്ടുള്ളതായിരുന്നു. നോക്കൂ, അടുത്ത തെരഞ്ഞെടുപ്പിൽ പ്രധാന വിഷയം എന്ത് എന്നതിൻ്റെ അജണ്ട സെറ്റ് ചെയ്തു കൊടുത്തു ഇന്ത്യൻ പ്രധാനമന്ത്രി അദ്ദേഹത്തിൻ്റെ അനുയായികൾക്ക്. പക്ഷെ അദ്ദേഹം പഠിക്കേണ്ട ഒരു ചരിത്രമുണ്ടായിരുന്നു കേരളത്തിൽ നിന്ന്. കേരളത്തിലെ എന്തിനാണോ അവർ തടഞ്ഞു നിർത്താൻ ആഗ്രഹിച്ചത്? സ്ത്രീകൾ, യുവതികൾ ശബരിമലയിൽ കയറി ദർശനം കഴിഞ്ഞ് മടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. അതാണല്ലോ ഇപ്പോഴത്തെ അവസ്ഥ. അതൊന്ന്. മറ്റൊന്ന്, അതിനെതിരെ സമരം ചെയ്ത ആളുകൾ ചിതറി തെറിച്ച് ഒടുങ്ങിപ്പോയിരിക്കുന്നു. അതും മറ്റൊന്ന്. അതും തീർന്നില്ല. ഔദ്യോഗിക സമരത്തിൽ നിരാലംബരായി കിടക്കുന്ന ആളുകൾ, അവരുടെ ഭാവി ഇതൊന്നും ആലോചിക്കാൻ പോലും നിന്നിട്ടില്ല നമ്മുടെ പ്രധാനമന്ത്രി. സത്യത്തിൽ അദ്ദേഹത്തിന് ഈ കേരളത്തിൻ്റെ ചരിത്രം അറിയാത്തത് കൊണ്ടാണ് ഈ അവസ്ഥ അദ്ദേഹത്തിൻ്റെ പാർട്ടിക്ക് നേരിട്ടത് എന്ന യാഥാർത്ഥ്യം കാണാൻ ഇപ്പോഴും അദ്ദേഹം തയ്യാറല്ല. സെക്രട്ടേറിയറ്റ് മുന്നിലെ സമരം ഇനി എത്ര നാൾ കൂടി? 22-ാം തീയതി വരെ അത് എത്തിച്ച് എങ്ങനെയെങ്കിലും തടി കഴിച്ചിലാക്കാം എന്ന് BJP കരുതിയെങ്കിൽ ആ കരുതൽ തെറ്റാണ്. ശബരിമല റിവ്യൂ 22-ാം തീയതി പ്രതീക്ഷിച്ചത് മാതിരി നടക്കാൻ പോകുന്നില്ല എന്ന് ചീഫ് ജസ്റ്റിസ് തന്നെ സൂചന നൽകിയിരിക്കുന്നു. മാതൃഭൂമിയുടെ 1-ാം പുറം വാർത്ത കാണുക. ശബരിമല റിവ്യൂ ഹർജികൾ 22-ന് പരിഗണിക്കില്ല. ശബരിമല യുവതീ പ്രവേശന വിധിക്കെതിരെയുള്ള പുനഃപരിശോധനാ ഹർജികൾ ഈ മാസം 22-ന് പരിഗണിച്ചേക്കില്ല എന്ന് സുപ്രീം കോടതി. ഭരണഘടനാ ബെഞ്ചിലുള്ള ജസ്റ്റിസ് ഇന്ദു മൽഹോത്ര ആരോഗ്യ കാരണങ്ങളാൽ അവധിയിലായതിനാലാണ് ഹർജികൾ പരിഗണിക്കാൻ സാധ്യതയില്ല എന്ന് ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് പറഞ്ഞത്. കോടതി നടപടികൾ തത്സമയം സംപ്രേഷണം ചെയ്യണമെന്ന് അഭിഭാഷകനായ മാത്യൂസ് ജെ നെടുമ്പാറ കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോഴാണ് ഹർജികൾ 22-ന് പരിഗണിച്ചേക്കില്ല എന്ന് ചീഫ് ജസ്റ്റിസ് പറഞ്ഞത്. അതാണ് വാർത്ത. അങ്ങനെ വരുമ്പോൾ ഇടുത്തി പോലെയായിരിക്കും ആ വാർത്ത ഇന്നലെ സെക്രട്ടേറിയറ്റിലെ സമര പന്തലിൽ പതിച്ചത്. കാരണം ഇനി എന്ത് ചെയ്യും? ഇത് നീളുമെന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ 1 മാസത്തിലധികം നീണ്ടേക്കാം. ഇപ്പോഴുള്ള അവസ്ഥ എങ്ങനെയാണ്? അയോധ്യ കേസ് തുടങ്ങുന്ന പക്ഷം അത് നീണ്ടു പോയേക്കാം. അങ്ങനെ വരുമ്പം എന്താണ് ഇനി? ശബരിമലയുമായി ബന്ധിപ്പിച്ച് BJPയുടെ ആവനാഴിയിൽ ഉള്ള അമ്പ് ഒന്നുമില്ല എന്നതാണ് വസ്തുത. ഇന്നലെ തിരിച്ചു പോകുന്ന സമയത്ത് ശശികലയും 5 പേരും എയറോഡ്രാമിൽ വെച്ച് നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തിയ വാർത്തയും ഇന്ന് പത്രലോകം തന്നിരിക്കുന്നു. അവർ ഒരു നിവേദനവും നടത്തി. കേരളത്തിൽ ഇടപെട്ട് കാര്യങ്ങൾ നേടിക്കൊടുക്കണം എന്നൊക്കെയായിരിക്കും. ശശികലയല്ലേ എന്ത് എവിടെ പറയണമെന്ന് അവർക്കറിയില്ല. പറയുന്നതിൽ പകുതിയിലധികം നുണയുമായിരിക്കും. ഇന്ന് മാതൃഭൂമിയുടെ 1-ാം പേജ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി തെരേസ മേയുടെ ബ്രെക്സിറ്റ് കരാർ പാർലമെന്റ് തോൽപ്പിച്ചിരിക്കുന്നു എന്ന വാർത്തയാണ്. ലക്ഷ്യരഹിതയായി തീർന്നിരിക്കണം ആ പ്രധാനമന്ത്രി. വാർത്ത ഇങ്ങനെ:
യൂറോപ്യൻ യൂണിയൻ വിടാൻ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി തെരേസ മെയ് മുന്നോട്ട് വെച്ച ബ്രെക്സിറ്റ് കരാർ ബ്രിട്ടീഷ് പാർലമെന്റിൽ പരാജയപ്പെട്ടു. അനുകൂലമായി 202 പേരും എതിരായി 432 പേരും വോട്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ ഇരട്ടിയിലധികം എതിര്. 5 ദിവസം നീണ്ട ചർച്ചകൾക്കൊടുവിലാണ് ഹൗസ് ഓഫ് കോമൺസിൽ കരാർ വോട്ടിനിട്ടത്. അത് വലിയൊരു തിരിച്ചടിയായി തെരേസ മേയ്ക്ക് ഭവിച്ചിരിക്കുന്നു എന്നും ഈ വാർത്ത നമ്മോട് പറയുന്നു. കർണാടകത്തിൽ അനിശ്ചിതാവസ്ഥ വന്നിരിക്കുന്നു. വീണ്ടും കർണാടകത്തിൽ 2 രാത്രികൾ സുപ്രീം കോടതി, സാക്ഷാൽ സുപ്രീം കോടതി തന്നെ യോഗം ചേർന്നിട്ടൊക്കെയാണ് കോൺഗ്രസ് BJD വിഭാഗത്തിന് അധികാരത്തിലേക്ക് എത്താൻ കഴിഞ്ഞത്. കോൺഗ്രസ് അപ്പം അങ്ങനെ വരുമ്പം എന്താണ് അവിടെ സംഭവിച്ചത്? ആ സർക്കാരിനെ അട്ടിമറിക്കാൻ കഴിയുമോ എന്ന് മോദിയുടെ അനുയായികൾ അവിടെ ശ്രമിക്കുന്നു. അടക്കം വരുന്നില്ല മോദിയുടെ അനുയായികൾക്ക്. അങ്ങനെ അതേ സംബന്ധിച്ച വാർത്ത ഇന്ന് പത്രങ്ങളൊക്കെ നമുക്ക് തന്നിരിക്കുന്നു. ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തത്രപ്പെട്ട് ഈ ഗവൺമെന്റിനെ ഒന്ന് അട്ടിമറിച്ചെടുത്താൽ അവിടെയും കുറച്ച് വെറുപ്പിന്റെ, വിദ്വേഷത്തിന്റെ രാഷ്ട്രീയ പ്രയോഗം നടത്താം എന്നൊക്കെ കരുതുന്നു മോദിയും കൂട്ടരും. ആ വാർത്ത ഇന്ന് എല്ലാ പത്രങ്ങളും തരുമ്പോൾ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകാം മറ്റൊരു ചെറിയ പരസ്യ ഇടവേളയ്ക്ക് ശേഷം. അനിശ്ചിതത്വം നിലനിൽക്കുന്ന കർണാടകയിൽ 2 MLA-മാർ കോൺഗ്രസ് JDA സർക്കാരിനുള്ള പിന്തുണ പിൻവലിച്ചു. ഇതോടെ ഭരണപക്ഷത്തെ അംഗബലം 118 ചുരുങ്ങി. എങ്കിലും അവർക്ക് അധികാരത്തിൽ തുടരാനാകും. പക്ഷേ 6ഓളം ആളുകളെ ഇനിയും പുറത്തേക്ക് ചാടിക്കാൻ കഴിയും എന്ന് BJP അഹങ്കരിക്കുന്നു. അതൊരു 13ഓ 14ഓ ആയ ആൾബലത്തിലേക്ക് എത്തിയാൽ സർക്കാരിനെ വലിച്ച് താഴെയിടാനും കഴിയും. 2 സ്വതന്ത്ര പിന്തുണ പിൻവലിച്ചു BJP MLA-മാർ ഗുരുഗ്രാമിൽ. BJP MLA-മാരിൽ നിന്ന് 5 പേർ കോൺഗ്രസിലേക്ക് ചേക്കേറുമെന്ന് കോൺഗ്രസ് നേതാക്കൾ ശശികുമാർ പറയുന്നത് കൊണ്ട് അവരെയെല്ലാം സംഘടിപ്പിച്ചെടുത്ത് ദില്ലിയിലേക്ക് മാറ്റിയിരിക്കുന്നു BJP തന്നെ. അങ്ങനെ സ്വയം അങ്കലാപ്പിൽ നിൽക്കുന്ന BJP-യാണ് മറ്റവരെ മറിക്കും, അങ്ങ് ചെയ്തു കളയും എന്നൊക്കെ അവകാശപ്പെടുന്നത്. കർണാടകയിൽ കോൺഗ്രസ് JDA സർക്കാർ തകരും. 2 ദിവസത്തിനകം BJP സർക്കാർ രൂപവൽക്കരിക്കും. റാം ഷിൻഡെ BJP-യുടെ മഹാരാഷ്ട്ര BJP-യുടെ നേതാവ് അങ്ങനെയാണ് പറഞ്ഞത്. എന്നാൽ സർക്കാരിന് ഭീഷണിയില്ല എന്ന് കുമാരസ്വാമി പറയുകയും ചെയ്തിരിക്കുന്നു. മനുഷ്യക്കടത്തിനെ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ ഇന്ന് പത്രങ്ങളിൽ വരുന്നു. കടൽ താണ്ടുന്നത് ശ്രീലങ്കൻ തമിഴരാണ്. ആസ്ട്രേലിയ കേസിൽ ഇടപെടുന്നു. അതോടെ ഈ മനുഷ്യക്കടത്ത് കേസ് സ്ഥിരീകരിക്കപ്പെട്ടു. മുനമ്പം ഹാർബറിൽ നിന്ന് മത്സ്യബന്ധന ബോട്ടിൽ കടൽ കടക്കാനെത്തിയത് ശ്രീലങ്കയിൽ നിന്നുള്ള തമിഴ് വംശജരാണ് എന്ന നിഗമനത്തിൽ പോലീസ് എത്തിച്ചേർന്നിരിക്കുന്നു. ആസ്ട്രേലിയൻ പോലീസും ഇത് അന്വേഷിക്കുന്നു. NDA-ക്കെതിരെ പുതിയ ഒരു സ്പെക്ട്രം അഴിമതി, പഴയ 2G സ്പെക്ട്രത്തെ ഓർമ്മിപ്പിക്കുന്ന രീതിയിൽ NDA നേതാക്കളും അഴിമതിയിൽ കുരുങ്ങാൻ പോകുന്നു. സിറാജ് 1-ാം പേജ് വാർത്തയാക്കിയിരിക്കുന്നു. UPA സർക്കാരിനെ വെട്ടിലാക്കിയ സ്പെക്ട്രം അഴിമതിക്ക് സമാനമായി NDA സർക്കാരിനെതിരെയും സ്പെക്ട്രം അഴിമതി. ലേലം ചെയ്യാതെ റിലയൻസ് ജിയോയ്ക്ക് മൈക്രോ സ്പെക്ട്രം നൽകിയതിൽ വൻ അഴിമതി നടന്നുവെന്ന ആരോപണവുമായി കോൺഗ്രസ് രംഗത്തെത്തി. ജിയോയെ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, നരേന്ദ്രമോദിയാണ് അതിൻ്റെ ബ്രാൻഡ് അംബാസഡർ. ഇതിനു മുമ്പ് ഒരു പ്രധാനമന്ത്രിയും ചെയ്യാത്ത ഒരു പണിയാണ് ഈ മഹാൻ ജിയോയുടെ കാര്യത്തിൽ ചെയ്തത് എന്ന് നമുക്കറിയാം. ഇനി ഇന്നത്തെ മുഖലേഖനങ്ങൾ. ശബരിമലയെ മുൻനിർത്തി ചില സ്വതന്ത്ര ചിന്തകൾ എന്ന ശീർഷകത്തിൽ അഡ്വക്കേറ്റ് കാളീശ്വരം രാജ് ഒരു ലേഖനം എഴുതിയിരിക്കുന്നു. ദേശാഭിമാനിയുടെ എഡിറ്റ് പേജിൽ കുറേയേറെ വ്യക്തത നൽകുന്നു ആ ലേഖനം കാണുക. ആക്ടിവിസം എന്തോ വലിയ അപരാധമാണെന്ന നിലയിലുള്ള ചിന്ത കേരളത്തിൽ വ്യാപകമായി പടരുന്നുണ്ട്. ശബരിമല കേസിലെ സുപ്രീം കോടതി വിധിയെ തുടർന്ന് വിശ്വാസികൾ വേറെ, ആക്ടിവിസ്റ്റുകൾ വേറെ എന്ന ദ്വന്ദ്വ ചിന്ത സൃഷ്ടിക്കാൻ ശ്രമങ്ങൾ നടക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട് കേരള ഹൈക്കോടതിയിൽ നിന്നുണ്ടായ ചില പരാമർശങ്ങളിൽ പോലും ആക്ടിവിസ്റ്റുകൾക്കെതിരെയുള്ള വിമർശനം മുഴച്ചു നിന്നു. ഒന്നോർത്താൽ നാരായണ ഗുരുവും അയ്യങ്കാളിയും ആനന്ദതീർത്ഥരും ഡോക്ടർ പൽപ്പുവുമെല്ലാം ആക്ടിവിസ്റ്റുകളായിരുന്നു. ഒരു ജനത നടത്തിയ ആക്ടിവിസം തന്നെയാണ് യഥാർത്ഥത്തിൽ നവോത്ഥാനം. അതിനാൽ ആക്ടിവിസം ഒരു മോശപ്പെട്ട കാര്യമാണെന്ന ചിന്ത
ഹൈക്കോടതിയിൽ നിന്ന് പോലും ഉണ്ടാകുന്നത് നിർഭാഗ്യകരമാണ്. ആർത്തവായിത്തം അയിത്തം തന്നെ ജനഹിതം നോക്കിയല്ല, ഭരണഘടനാ വ്യവസ്ഥകൾ നോക്കിയാണ് സുപ്രീം കോടതി വിധി പ്രസ്താവിക്കുന്നത്. യഥാർത്ഥത്തിൽ ജസ്റ്റിസ് ഇന്ദു മൽഹോത്ര തൻ്റെ ന്യൂനപക്ഷ വിധിയിൽ സൂചിപ്പിച്ച പ്രശ്നങ്ങൾക്കെല്ലാം ജസ്റ്റിസ് ചന്ദ്രചൂഡ് തൻ്റെ വിധിയിൽ മറുപടി നൽകിയിട്ടുണ്ട് എന്ന് അഭിഭാഷകനായ ഗൗതം ഭാട്ടിയ ശരിയായി നിരീക്ഷിക്കുന്നു. ഭരണഘടനയിലെ 17-ാം അനുച്ഛേദത്തിൽ വിവരിച്ച അയിത്തത്തിൻ്റെ പരിധിയിൽ വരുന്നതാണ് ഈ രാജ്യത്ത് വർഷങ്ങളായി നിലവിലുള്ള ആർത്തവായിത്തം. ശബരിമലയിലെ യുവതി വിലക്കും ഇതിൻ്റെ ഭാഗമാണ്. നമ്മുടെ പ്രധാനമന്ത്രിക്ക് തിരിച്ചറിയാൻ കഴിയാത്ത കാര്യം ഈ ലേഖനം ഒന്ന് വായിച്ചാൽ മതി അദ്ദേഹത്തിന്. പക്ഷേ ശബരിമലയെ മുൻനിർത്തി 10 വോട്ട് കിട്ടുക, വോട്ട് പിടിക്കുക എന്ന അനുയായികളുടെ ചിന്തയുടെ പുറകെയാണ് അദ്ദേഹം സഞ്ചരിക്കുന്നത്. കേരളത്തെ ത്രിപുരയാക്കണ്ടേ, ആ തിരക്കിലാണ് അദ്ദേഹം. അതുകൊണ്ട് സത്യം കാണാൻ അദ്ദേഹത്തിന് കഴിയാതെ പോകുന്നു. ഇത്തവണത്തെ തീർത്ഥാടന കാലത്ത് യുവതികൾക്ക് സന്നിധാനത്തെത്താൻ കഴിയാതിരുന്നുവെങ്കിൽ അതാകുമായിരുന്നു ഏറ്റവും വലിയ ദുരന്തം. യുവതികൾ കയറിയതിൽ പരിതപിക്കുന്ന നീതിന്യായ മനസ്സുകൾ പ്രതിഫലിപ്പിക്കുന്നത് മറ്റെന്തായാലും ഭരണഘടനയുടെ അവബോധമല്ല എന്ന് ഉറപ്പിച്ച് തറപ്പിച്ച് അഡ്വക്കേറ്റ് കാളീശ്വരം രാജു പറയുമ്പോൾ അത് നവീന കേരളത്തിൻ്റെ ഒരു ശബ്ദമായി മാറുന്നു എന്ന് പറയാതെ വയ്യ. ഇനി ഇന്നത്തെ ചിത്രം. മോദി ഇന്നലെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലുമെത്തി. ഈ ചിത്രം കാണുക. സ്വദേശി ദർശൻ പദ്ധതി നിർമ്മാണങ്ങൾ ഉദ്ഘാടനം ചെയ്യാൻ ക്ഷേത്രത്തിലെത്തിയ പ്രധാനമന്ത്രിയെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്വീകരിക്കുന്ന ചിത്രം. മെട്രോ മനോരമ ഇന്ന് അതിൻ്റെ ആദ്യ ചിത്രമായി തന്നിരിക്കുന്നു. ഈ ചിത്രത്തോട് ഇന്നത്തെ വർത്തമാനം സമാപിക്കുകയാണ്. നൈസ് ഡേ, ഗുഡ് ബൈ.